ഹായ് ഗെയിംസ്, ഇതെൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അഭിമന്യുവാണേ. രാവിലെ പുനലൂരിൽ നിന്ന് 8:10 ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ട്രെയിൻ യാത്ര ചെയ്യണമെന്നുള്ളത്. അഭിമന്യു ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല. അഭിമന്യുവിൻ്റെ ആദ്യത്തെ അനുഭവമാണിത്. പിന്നെ ഞങ്ങൾ വരുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിൽ സ്പെഷ്യൽ സ്കൂളിലെ വിനോദയാത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. അഭിമന്യുവിൻ്റെ ക്ലാസ് ടീച്ചറായ സൂര്യ മേഡമാണ് ഈ വീഡിയോയിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമന്യുവിൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സുമാരും സ്റ്റാഫുകളും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞും കാഴ്ചകളൊക്കെ കണ്ടും സംസാരിച്ച് എൻജോയ് ചെയ്തൊക്കെ അങ്ങ് പോവുകയാണ്. ടീച്ചർമാരൊക്കെ ഇരുന്ന് സംസാരിക്കുകയും ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ ഒരു വീഡിയോ ഒക്കെ പകർത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓരോരുത്തർ ആ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അഭിമന്യുവിൻ്റെ അടുത്തിരിക്കുന്നത് അഭിമന്യുവിൻ്റെ കുഞ്ഞമ്മയാണ്. പിന്നെ കൂട്ടുകാരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടും എൻജോയ് ചെയ്തും ടീച്ചർമാർ അതിൻ്റെ ഇടയ്ക്കൂടെ കണക്കെടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം ട്രെയിനിലുണ്ടോ, രക്ഷാകർത്താക്കളൊക്കെ കയറിയോ, സ്റ്റാഫുകളൊക്കെ ഉണ്ടോ, എല്ലാവരെയും നോക്കുന്നുണ്ട്. എല്ലാവർക്കും ട്രെയിൻ കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി. അപ്പം എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്തിയിരിക്കുന്നു. അങ്ങനെ കൊല്ലത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടായിരിക്കാം ടീച്ചർമാർ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ കൈ പിടിച്ചൊക്കെ കൊണ്ടുവരികയാണ്. എല്ലാവരും നടന്നും റെയിൽവേ സ്റ്റേഷൻ കണ്ടും ആസ്വദിച്ചൊക്കെ നടന്ന് മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ അഭിമന്യു ഈ ക്യാമറയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലായി ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. 2-ാം നമ്പർ ബസ്സായ സൈറൻസാണ് വന്ന് നിൽക്കുന്നത്. അതിൽ കയറാനായിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 1-ാം നമ്പർ ബസ്സാണ് ടീച്ചർ പറഞ്ഞത്. ഞങ്ങളുടെ 2-ാം നമ്പർ ബസ്സായ സൈറൻസിൽ സ്റ്റുഡൻറ്റിനെ കയറ്റി അവിടുന്ന് വിടുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ അടുത്ത ഞങ്ങളുടെ ബസ്സും വന്നു. ഞങ്ങളും കയറി അവിടുന്ന് വിട്ടു. പിന്നെ ഞങ്ങൾ ബസ്സിൽ പാട്ടൊക്കെ ഇട്ടും എൻജോയ് ചെയ്തും അങ്ങനെ പോവുകയായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയത് ഇവിടെ അടുത്ത് തന്നെ അഡ്വഞ്ചർ പാർക്കിൻ്റെ കവാടത്തിൽ കൊണ്ടുവന്ന് ബസ് നിർത്തി ആളുകളെ ഇറക്കി. ഞങ്ങളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്നും അഭിമന്യുവിൻ്റെ അടുത്ത് വന്ന് നിന്ന് കൂട്ടുകാർ കാര്യം പറയുകയും ടീച്ചർമാരും എല്ലാവരും അടുത്തൊക്കെ തന്നെ നിന്ന് അതിൻ്റെ അടുത്ത് നിന്ന് അഭിമന്യുവിന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി, ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ അവന് ബസ്സിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. പിന്നെ അവിടുന്ന് പെയ്യെ ഞങ്ങൾ നടന്നു. ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. വയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പിടിച്ചും ടീച്ചേഴ്സുമാർ വീൽ ചെയറിലൊക്കെ വേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ടും കാര്യം പറഞ്ഞും എന്നെക്കൊണ്ട് ഒക്കുന്ന മാക്സിമം ആൾക്കാരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ പെയ്യെ മുന്നോട്ട് നടന്നു പോയി ഓരോ പാർക്കുകളും കാഴ്ചകളും പിന്നെ കളിസ്ഥലങ്ങളും ഇതൊക്കെ കണ്ടു. അഭിമന്യുവിന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അകത്ത് കയറി കളിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ രാവിലെ ആരും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വിശപ്പായി. എല്ലാവരെയും അവിടെ ഇവിടെയൊക്കെ ഇരുത്തി ഫുഡ് കഴിപ്പിച്ചു. പിന്നെ അടുത്തത് കളിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. അവരെ കളിപ്പിക്കുകയും ഊഞ്ഞാലിലിരുത്തി ആട്ടിയും ഇവിടെ ഇരുത്തി ഫോട്ടോ എടുപ്പിച്ചും ഈ പ്രതിമയുടെ അടുത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തു. പിന്നീട് ഇതിൽ കയറി ഒന്ന് എക്സർസൈസൊക്കെ ചെയ്തു. പിന്നെ ഇതിലൊക്കെ കയറ്റി. പിന്നെ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ. അത് മാക്സിമം കയറ്റാനുള്ളതിലെല്ലാം ഞാൻ കയറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു സ്കൂളുകാരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ ഒരു ബോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ട് കരയ്ക്കടുത്ത് കുഞ്ഞുങ്ങളെ എല്ലാം കയറ്റി ടീച്ചേഴ്സുമാരൊക്കെ തിരിപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ബോട്ട് പെയ്യെ അവിടുന്ന് വിട്ടു. എല്ലാവരും ഹാപ്പിയായി ഇരിപ്പുണ്ട്. കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ അടുത്ത ട്രിപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുകയാണ്. അഭിമന്യുവിന് ഇതിലൊന്ന് കയറണമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ കയറ്റി. പുള്ളിക്കാരൻ അതിൽ കയറി വളരെ ഹാപ്പിയായി എൻജോയ്മെൻ്റൊക്കെ ചെയ്തു. പിന്നീട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അഭിമന്യു ചോക്ലേറ്റ് ഐസ്ക്രീമും കുഞ്ഞമ്മയായ വാനില ഐസ്ക്രീമുമാണ് വാങ്ങിച്ച് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു.
ഇയാൾക്ക് ഒന്നും കൂടെ ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, തണുപ്പല്ലേ, പനി വല്ലതും ആയിപ്പോയാൽ പിന്നെ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ അടുത്തൊക്കെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുപ്പിക്കുകയും പിന്നെ ഒരു കോളറിൻ്റെ ഒരു പ്രതിമ കണ്ട് അതിൻ്റെ അടുത്ത് നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. പിന്നെ കായലോരത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഒരു ബോട്ട് നീങ്ങിപ്പോകുന്നതായിട്ട് കണ്ടു, അതിൻ്റെ ഒരു വീഡിയോ എടുക്കുകയായിരുന്നു. അടുത്തൊരു ചെറിയ ബോട്ട് വന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അഭിമന്യുവിൻ്റെ ബോട്ട് അടുത്ത ട്രിപ്പ് വന്നു. അതിൽ അഭിമന്യുവിനെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 10 രക്ഷകർത്താക്കളും കൂടെ ചേർന്ന് പൈസ ഇട്ട് ഒരു ബോട്ട് സർവീസ് ഞങ്ങൾ കയറി. അതിൽ സർവീസ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇച്ചിരി ദൂരെ ഒരു 3/4 മണിക്കൂറുള്ള സർവീസിനുള്ള യാത്രകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. പാട്ടുപാടിയും തമാശയൊക്കെ പറഞ്ഞും കളിയാക്കിയും സംസാരിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്കൂടെ ഫോട്ടോ എടുപ്പൊക്കെ നടത്തി. പിന്നെ അഭിമന്യുവിൻ്റെ ബോട്ട് തിരിച്ചു വരികയും ഞങ്ങളുടെ ബോട്ടും മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അത് കണ്ട് ഞങ്ങൾ കൈയാട്ടി കാണിക്കുകയും അവരതിൻ്റെ ഇടയ്ക്കൂടെ കൈയാട്ടി കാണിക്കുകയും കൂവിയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അഭിമന്യുവിൻ്റെ ബോട്ടാണ് ഇപ്പം വരുന്നത്. ആദ്യത്തെ അഭിമന്യു ഉണ്ട്, എവിടെയോ ഇരിപ്പുണ്ട്. ഞങ്ങളെ കാണുന്നുണ്ടോ എന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നു മോനോട്, ഞങ്ങൾ വേറെ ബോട്ട് സർവീസിൽ കയറും, മോന് അവിടെ വന്ന് ഇറങ്ങി നിൽക്കണം, ടീച്ചേഴ്സുമാർ കൂടെ തന്നെ നിന്നോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടീച്ചറിനോട് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ സർവീസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു. അപ്പോഴത്തേക്ക് മറ്റു കുഞ്ഞുങ്ങളെയും കൊണ്ട് ടീച്ചേഴ്സുമാർ ആ അഡ്വഞ്ചർ പാർക്കിലിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കറങ്ങി പോവുകയായിരുന്നു. പോയ വഴിക്ക് തന്നെ മൺട്രോത്തുരുത്ത് പാലമൊക്കെ കണ്ടു. മൺട്രോത്തുരുത്ത് പാലമാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും ഈ കാഴ്ചകൾ കാണുന്നതും. എനിക്ക് വളരെ ഇഷ്ടമായി. കാണാൻ എന്ത് ഭംഗിയാണല്ലേ, കാണാൻ നല്ല മനോഹരമായ കാഴ്ചകളാണ്. പക്ഷികളൊക്കെ പറന്നു പോകുന്നതും ഇതൊക്കെ നല്ല കാഴ്ചകളല്ലേ. ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ബോട്ട് സർവീസാണല്ലോ. ബോട്ട് സർവീസ് ചെയ്യുമ്പോഴാണ് കൂടുതലും നമുക്ക് കാണാനും എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ നല്ലോണം തോന്നുന്നതും നമുക്ക് ഇഷ്ടപ്പെടുന്നതും. മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത പാലം വന്നു. ആ പാലം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റിയത്. ഒരു സ്ത്രീ വിളക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അവിടെ വെച്ച് നമ്മൾ തിരിഞ്ഞു പോവുകയാണ്. എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് ഇറങ്ങി. അവിടുന്ന് പെയ്യെ നടന്ന് പെട്ടെന്ന് ചെന്ന് ബസ്സിൽ കയറുകയായിരുന്നു. പിന്നീട് ബസ് വിട്ടു. 1 മണിയായപ്പോൾ ഊണ് കഴിക്കാനുള്ള സ്ഥലത്തെത്തി. NSS കരയോഗത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ബസ് ഇറക്കി. ഞങ്ങളവിടെ കയറി. കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഊണ് കൊടുത്ത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സുമാരും സ്റ്റാഫുകളും പെയ്യെ കഴിച്ചു തുടങ്ങി. പിന്നെ ഡ്രൈവർ ഉൾപ്പെടെ ഞങ്ങളും രക്ഷകർത്താക്കളും കൂടെ കഴിച്ചു. പിന്നെ ബസ്സിൽ കയറി. ഉടനെ ബസ് വിടുകയായിരുന്നു. അടുത്തത് പെട്ടെന്ന് നമ്മൾ മിൽമ ഫാക്ടറിയിലെത്തിയപ്പോൾ 2-2:30 മണിയായി കാണും. അവർ പറയുന്ന റൂൾസൊക്കെ അനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ അകത്തെല്ലാം കയറി കണ്ടു. അതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞു തന്നു. പിന്നെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഞങ്ങൾ പെയ്യെ അവിടുന്ന് തിരിച്ചു ബസ്സിൽ കയറി അടുത്ത ലൈറ്റ് ഹൗസിലേക്ക് പോകുകയായിരുന്നു. അവിടെ ചെന്നെത്തി. അവിടെയും കയറി. ലൈറ്റ് ഹൗസിൻ്റെ അകത്ത് ആദ്യം കുഞ്ഞുങ്ങളെ കയറ്റി. അത് കഴിഞ്ഞ് കുറേശ്ശെ ആൾക്കാരെ കൊണ്ടുപോകും. മുകളിലോട്ട് കൊണ്ടുപോയി വീഡിയോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എടുത്ത കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പെയ്യെ നമ്മൾ താഴെ കൊണ്ടുവരും. അതിന് ലിഫ്റ്റൊക്കെ ഉണ്ട്. പടി കയറാൻ വയ്യാത്തവർക്കൊക്കെ പാടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കണ്ടു. അങ്ങനെ ഹൈറ്റിൽ പോയിട്ട് ഞാൻ എടുത്ത വീഡിയോകളാണ് ഇതൊക്കെ. പിന്നെ അവിടുന്ന് പെയ്യെ ഞങ്ങൾ വെളിയിൽ വന്നിട്ട് അഭിമന്യുവിനെയും കൊണ്ട് കളിക്കാൻ കളി സ്ഥലത്ത് അഭിമന്യുവിനെയും കൂട്ടുകാർക്കൊപ്പം വിട്ട് അവനും കളിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കളിയും എൻജോയ്മെൻറ്റും ബഹളവും ഇതെല്ലാം കൂടെയൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു ഭയമായി പോയി. പക്ഷേ അകത്ത് കയറിയപ്പോൾ ആ ഭയമെല്ലാം മാറി കേട്ടോ. ഞാൻ കയറി അത്യാവശ്യം എൻജോയ്മെൻറ്റൊക്കെ ചെയ്ത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ് അവിടുന്ന് വിട്ടു. അവിടുന്ന് ഞങ്ങൾ പിന്നെ കൊല്ലം ബീച്ചിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ എടുത്ത വീഡിയോ ആണിത്.
അങ്ങനെ ബസ്സിലിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കണ്ട കാഴ്ചകളെല്ലാം പകർത്തി. പിന്നെ എല്ലാവരും ക്ഷീണിതയായി ഇരിക്കുകയാണ്, പാട്ടൊക്കെ കേട്ട് മയങ്ങി ഇരിക്കുകയാണ്. ചേച്ചി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട്. എല്ലാവരും ബസ്സിൽ തന്നെ ഉണ്ട്. വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അഭിമന്യും ഫ്രണ്ട്സും കൂടെ വണ്ടിയിൽ തകർപ്പൻ ഡാൻസ് നടത്തുകയാണ്. എല്ലാവരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ ഒരു മയക്കത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ബീച്ച് എത്താറായി. ബീച്ച് എത്തുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബീച്ചിൽ നല്ല ആളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മഴമന്ദാരവും കാണുന്നുണ്ട്. 5:30-6 മണിയായപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോയും ഫോട്ടോയും എടുത്ത്. പിന്നെ അകത്ത് കയറി കടയിൽ നിന്നൊക്കെ വല്ലതും വാങ്ങിച്ച് കഴിച്ചു. അതിൻ്റെ അകത്തൊക്കെ കടൽത്തീരത്തിൻ്റെ അടുത്തൊക്കെ പോയി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അഭിമന്യുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ്, ടീച്ചറും ഫ്രണ്ട്സും കൂടെ ചേർന്നുള്ള ഫോട്ടോയും വീഡിയോകളാണ് ഞാനിതിൽ പകർത്തിയേക്കുന്നത്. അഭിമന്യുവിനെയും കൊണ്ട് കടൽ തീരത്ത് ഇറങ്ങിയിട്ട് ആ സ്പോട്ടിൽ തന്നെ തിരിച്ച് കയറി. പിന്നീട് എച്ച്.എമ്മിനെയും കൊണ്ട് ചേർന്ന് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. എച്ച്.എമ്മിനും സന്തോഷമായി. പിന്നീട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അസ്തമനം കാണാൻ പറ്റിയില്ല, അതിന് വളരെ വിഷമമായിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ആശ്രമ മൈതാനത്ത് വന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ചെയ്യാനും മറക്കില്ലേ. ഞങ്ങൾ വീണ്ടും ഗാന്ധി ഭവനിൽ എത്തിച്ചേർന്നു.